മകൻ അടുത്ത് ഗൾഫിൽ പോയതാണ്, ജോലി ഒന്നും ശരിയായിട്ടില്ല, ഫിത്ർ സക്കാത്ത് ഇവിടെ നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ? ഇത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അതായത് മകൻ പഠനത്തിന് വേണ്ടി പോയതാണ്, മറ്റൊരു സ്ഥലത്തുള്ളത്, അപ്പം അവൻ്റെ സക്കാത്തുൽ ഫിത്ർ ഞാൻ ഇവിടെ കൊടുക്കട്ടെ? സക്കാത്തുൽ ഫിത്ർ അഫ്ളൽ അയാൾ എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കലാണ് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ല പറയുന്നു, فأما زكاة الفطر فإنه يخرجها في البلد الذي وجبت عليه فيه. എവിടെ വെച്ചാണോ സക്കാത്തുൽ ഫിത്ർ അവൻ്റെ മേൽ ബാധ്യതയായത് ആ നാട്ടിൽ അവൻ കൊടുക്കുക എന്നുള്ളതാണ് സക്കാത്തുൽ ഫിത്ർ. എന്നാൽ അതാണ് ഏറ്റവും അഫ്ളൽ. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പുതിയതാണ്, ഒരു സ്ഥലത്ത് പുതിയത്, അയാൾക്ക് അറിയില്ല അവിടെ ആർക്കാണ് കൊടുക്കേണ്ടത്, എവിടെ കൊടുക്കേണ്ടത് ഒന്നും അയാൾക്ക് അറിയില്ല. അപ്പോൾ അയാളുടെ നാട്ടിൽ കൊടുക്കുന്നു. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ മക്കൾ പഠിക്കാൻ വേണ്ടി പോയതാണ്, അവർക്ക് ഇനി സക്കാത്തുൽ ഫിത്ർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഇതൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അവരുടെ സക്കാത്തുൽ ഫിത്ർ ഇവിടെ കൊടുക്കട്ടെ. അപ്പോൾ അവിടെ അവർക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഖൈർ, അൽഹംദുലില്ലാ. ഇനി അവർക്കതിന് സാധിക്കുകയില്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നാട്ടിൽ കൊടുക്കുകയും ചെയ്യാം. അതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല പറഞ്ഞു, അൽ അഫ്ളലു വൽ ഔല, ഏറ്റവും ഉത്തമം ഫിൽ ബലദില്ലദി യുഖീമു ഫിഹിൽ ഇൻസാൻ, എവിടെയാണോ ഒരാൾ നിൽക്കുന്നത് അവിടെ കൊടുക്കലാണ് ഏറ്റവും നല്ലത്, അഫ്ളൽ. എന്നാൽ ഫൈദാ ദഅത്തിൽ ഹാജതു, എന്നാൽ ഒരാൾക്ക് മറ്റൊരു നാട്ടിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ, ഒരു കാരണമുണ്ടായാൽ, ഇല അൻ യുർസിലഹ ഫലാ ബഅസ്, ഒരു മറ്റൊരു നാട്ടിലേക്ക് തൻ്റെ സക്കാത്തുൽ ഫിത്ർ കൊടുത്തയക്കേണ്ട സാഹചര്യമോ അല്ലെങ്കിൽ അയാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു നാട്ടിൽ കൊടുക്കേണ്ട സാഹചര്യമോ ഒരാൾക്ക് ഉണ്ടായാൽ അത്തരം സാഹചര്യങ്ങളിൽ അവ അങ്ങനെ നൽകുന്നതിന് കുഴപ്പമില്ലതാനും എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഒരാൾ നിൽക്കുന്നിടത്ത് കൊടുക്കലാണ് അഫ്ളൽ എന്ന് പറയാനുള്ള കാരണം സക്കാത്തുൽ ഫിത്ർ ധനത്തിന് ബാധകമാകുന്ന ഒന്നല്ല, മറിച്ച് ഒരാളുടെ ബദനിന് ബാധകമാകുന്ന ഒന്നാണ്, അപ്പോൾ ശാരീരികമായി ബാധകമാകുന്ന ഒന്നാണ്. അപ്പോൾ അയാൾ എവിടെയാണുള്ളത് അവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഖൈർ എന്ന അർത്ഥത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതൊരു ഇജ്തിഹാദിയായ ഒരു വിഷയമാണ്. അതിൽ സ്പഷ്ടമായി അവിടെ കൊടുത്താലേ വീടുള്ളൂ എന്ന രൂപത്തിൽ പ്രമാണമൊന്നും വന്നിട്ടില്ല. എന്നാൽ അതാണ് അഫ്ളൽ എന്ന് ഉലമാക്കൾ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. എന്നാൽ അർഹരായ ആളുകളിലേക്ക് എവിടെയായി അവർക്ക് സക്കാത്തുൽ ഫിത്ർ ലഭിച്ചാലും അത് വീടുന്നതാണ്. അതിൽ പിന്നെ നമുക്ക് തർക്കം കാണാൻ സാധിക്കുന്നില്ല. ചില പണ്ഡിതന്മാർ അത് കർക്കശമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിലുള്ള പ്രബലമായ അഭിപ്രായം ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല പറഞ്ഞതുപോലെ ഒരാൾ നിൽക്കുന്ന നാട്ടിൽ കൊടുക്കാൻ പറ്റുക അതാണ് ഖൈർ. ഇനി അയാൾക്ക് അവിടുന്ന് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരു നാട്ടിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലേക്ക് അയക്കാനുള്ള കാരണം ഉണ്ടായാൽ അയക്കാം. ഇതാണ് ആ വിഷയത്തിൽ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് തന്നെ, ഇപ്പോൾ നമുക്കറിയാം സക്കാത്തുൽ ഫിത്ർ ഒരുപാട് ആളുകളെ ഏൽപ്പിക്കും. കാരണം ആളുകൾക്ക് ഇത് എവിടെ കൊണ്ടുപോയി കൊടുക്കണം, ഈ അർഹരായ ആളുകൾ എവിടെ ഉള്ളതെന്ന് പലർക്കും അറിയില്ല. പ്രത്യേകിച്ച് നമ്മൾ ഒരു മിഡിൽ ഈസ്റ്റിലൊക്കെ ജീവിക്കുമ്പം എല്ലാ സ്ഥലത്തും എല്ലാവർക്കും അർഹരായ ആൾക്കാരെ കണ്ടെത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, അവരുടെ സക്കാത്തുൽ ഫിത്ർ ഏൽപ്പിക്കും. ഓരോ പള്ളികളുള്ള ഓരോ സ്ഥലത്തും ആളുകൾ സക്കാത്തുൽ ഫിത്ർ ഏൽപ്പിക്കും. ഈ ഏൽപ്പിച്ചത് നമ്മൾ ഭക്ഷ്യപദാർത്ഥമായിട്ട് കുവൈത്തിൽ തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, കുവൈത്തിലുള്ള അവകാശികളെ കണ്ടെത്തണ്ടേ. അപ്പോൾ നമ്മളൊരു അവകാശികളുടെ ലിസ്റ്റ് എടുക്കും. ഓരോ സ്ഥലത്തും അവിടെയുള്ള ആളുകളോട് അന്വേഷിക്കും, നിങ്ങൾക്ക് എത്ര കിറ്റ് വേണം, സക്കാത്തുൽ ഫിത്ർ എത്ര ആൾക്കാരുണ്ട് വേണ്ടവർ. അപ്പോൾ ഓരോരുത്തരും പറയാം ഞങ്ങളുടെ അറിവിലൊരു ഇത്ര ആളുണ്ട്, ഞങ്ങളുടെ അറിവിലൊരു ഇത്ര ആളുണ്ട്. അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കും. ഈ ലിസ്റ്റിന് പുറമുള്ള ഇനി ഇവിടെ കൊടുക്കാൻ കഴിയില്ലല്ലോ, കാരണം ഇതാണ് വന്ന മാക്സിമം ലിസ്റ്റ്. ആ വന്നത് നമ്മളിവിടെ കൊടുക്കും. ബാക്കിയുള്ളത് എന്ത് ചെയ്യും, ബാക്കിയുള്ളത് അതിന് അവകാശപ്പെട്ട ആളുകൾക്ക് നമ്മൾ നാട്ടിൽ കോണ്ടാക്ട് ചെയ്തിട്ട് UP, ബീഹാർ, ഡൽഹി, നമ്മളുടെ നാട്ടിൽ, തമിഴ്നാട്ടിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വളരെ അർഹരായ പാവപ്പെട്ട മുസ്ലിങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ രീതി. വല്ലാഹു തആല അഅലം.